ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷത്തിന് ശേഷവും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ പെരുമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി തരം മാറ്റാതെ കെട്ടിടം നിർമ്മിച്ചതാണ് പ്രശ്നമായത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് കാട് മൂടിക്കിടന്ന് നശിക്കുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നമ്മളിപ്പോൾ പോകുന്നത് പെരുമണ്ണയിലെ ഒരു സർക്കാർ ആയുർവേദ ആശുപത്രിയിലേക്കാണ്. ആശുപത്രിയിലേക്കുള്ള വഴി എന്താണ് ഇങ്ങനെ കാട് മൂടി കിടക്കുന്നത് എന്ന് ചിന്തിക്കണ്ട. ആശുപത്രി കെട്ടിടം കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. പറഞ്ഞു വന്നത് ഈ കെട്ടിടത്തിനെ കുറിച്ചാണ്. പെരുമണ്ണയിലെ ഏക സർക്കാർ ആയുർവേദ ആശുപത്രി 2015 സെപ്റ്റംബർ 21 ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ഡാറ്റാ ബാങ്കിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ഇത്രയും വർഷമായി തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. UDF ഭരണകാലത്ത് 2015 38 ലക്ഷം രൂപയിലധികം മുടക്കി കെട്ടിടം പണിതത്. 2 ലക്ഷം രൂപയോളം ചിലവിട്ട് ഫർണിച്ചറും മറ്റുപകരണങ്ങളും വാങ്ങി. പിന്നാലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 തവണയും CPM ഭരണത്തിലെത്തി. ഉദ്ഘാടനത്തിന് ശേഷം കെട്ടിട നമ്പർ ഉൾപ്പെടെ കിട്ടാതായതോടെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി തരം മാറ്റാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് കണ്ടെത്തുന്നത്. വലിയ പാടം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാടശേഖരത്തിലാണ് ഈ സ്ഥലം ഉൾപ്പെട്ടിരിക്കുന്നത്. അതിന് മുകളിൽ പരാതികളുണ്ടായിരുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് നമ്പർ കൊടുക്കുന്നതിന് മുൻപേ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് നമ്പർ കൊടുക്കാൻ പാടുള്ളൂ എന്ന ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നു. സർക്കാരിലേക്ക് പോയി അതിൻ്റെ നിരന്തരമായിട്ട് അതിൻ്റെ ഇടപെടൽ നടത്തിയെങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമിയിൽ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഒരു ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പെയാണ് അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് പൊതു ആവശ്യത്തിന് വേണ്ടി നീക്കം ചെയ്യാൻ കഴിയും. അതിന് സർക്കാരിനെ സമീപിക്കേണ്ടത്. നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ പ്രയാസം നിലനിൽക്കുന്നത്. വികസനത്തിൽ രാഷ്ട്രീയം തിരുകി കെട്ടിടത്തിന് അംഗീകാരം കൊടുക്കുന്നത് തടഞ്ഞു വയ്ക്കുകയാണെന്നാണ് UDFന്റെ വാദം. തുടങ്ങാതിരിക്കാനുള്ള കാരണം എന്താണോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ആ ഫർണിച്ചറുകളൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി 2 തവണ ആയിട്ട് എന്നുള്ളതാണ് ആകെ ചെയ്തൊരു നേട്ടം എന്ന് പറയുന്നത്. അതിപ്പം വാടക കെട്ടിടത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും ഈ ആശുപത്രി വാടക കെട്ടിടത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് തുടങ്ങിയതിന് ശേഷം ഈ വർഷം വരെ ഇതിന് കറണ്ടിന് ബില്ലടച്ചതാണ്. പെരുമണ്ണ സ്വദേശിയായ KT മൂസിയാണ് ആശുപത്രിക്കായി അമ്പിലോളിയുള്ള 4 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തത്. ഇവിടേക്ക് 12 ഫുട്ട് വീതിയിൽ റോഡിനാവശ്യമായ സ്ഥലവും ഇദ്ദേഹം വിട്ടുകൊടുത്തിരുന്നു. 4 സെന്റ് സ്ഥലം കൊടുത്തിട്ട് അത് അവിടെ കെട്ടിടം പണിതിട്ടും ഇനിയും ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നതിൽ വളരെയധികം നിരാശയുണ്ട്. ഈ തുടക്കുന്നില്ല എന്ന് വെച്ചാൽ ആ കെട്ടിടം അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ട് എനിക്ക് ആ സ്ഥലം എൻ്റെ പേരിൽ തന്നെ മാറ്റി രജിസ്റ്റർ ചെയ്തു തരണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ്. ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം പണിഞ്ഞിട്ടും വാടക കെട്ടിടത്തിലെ അസൗകര്യങ്ങളിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഡാറ്റാ ബാങ്ക് കുരുക്കിൽ നിൽക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിയാനായി ചെലവഴിച്ച തുക സർക്കാരിന് നഷ്ടമാണ്. ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി കെട്ടിയ ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗിക്കാനാവാതെ നശിക്കുകയാണ്. ഈ നഷ്ടത്തിന് ഉത്തരവാദി ആരാണെന്നാണ് അറിയേണ്ടത്. അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്.